നമ്മൾ ഇന്നിവിടെ ഉണ്ടാക്കുന്നത് ചക്ക ബിരിയാണിയാണ്. ഇതൊരു ട്രഡീഷണൽ ഐറ്റമാണ്. കപ്പ ബിരിയാണി എന്ന് കേട്ടിട്ടുണ്ടാവും, ചക്ക ബിരിയാണി അപൂർവമായി കേട്ടിട്ടുണ്ടാവും. ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഫുഡാണ്. ഇതിന് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് വേണ്ടതെന്ന് നമുക്ക് നോക്കാം. ചക്ക, അത് ഇങ്ങനെ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചക്ക 1 കിലോ ബീഫാണ്. ഇത് ഇറച്ചിയും എല്ലും കൂടെ ചേർന്ന ബീഫാണ്. ഇത് കണ്ടോ, നല്ലപോലെ ഇറച്ചിയുണ്ട്, എല്ലും. തേങ്ങ 1 മുറി ചിരകി വെച്ചത്, 2 ചെറിയ സവോള അരിഞ്ഞു വെച്ചിരിക്കുന്നു, 1 കഷ്ണം ഇഞ്ചി അരിഞ്ഞത്, ഏലക്ക, കറുകപ്പട്ട, വെളുത്തുള്ളി 6 എണ്ണം ചതച്ചത്, 1 തക്കാളി അരിഞ്ഞു വെച്ചിരിക്കുന്നു, 3 പച്ചമുളക് അരിഞ്ഞു വെച്ചിരിക്കുന്നു, കുറച്ച് വെളുത്തുള്ളി തേങ്ങയ്ക്ക് വറക്കുമ്പോൾ ഇടാനുള്ളതാണ്, പിന്നെ കറിവേപ്പില, മല്ലിപ്പൊടി, മുളക് പൊടി, മീറ്റ് മസാല, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, പെരിഞ്ജീരകം, ഉപ്പ്, പൊടിയുപ്പ്, കടുക്, വെളിച്ചെണ്ണ. ആദ്യമായിട്ട് നമുക്ക് ഇറച്ചി എല്ലും കൂടെ കൂടി അത് വേവിച്ചെടുക്കാം കുക്കറിലിട്ട്. ഇതിലേക്ക് നമുക്ക് ആവശ്യമായ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. സവോള അരിഞ്ഞു വെച്ചതിട്ടു, വെളുത്തുള്ളി ചതച്ച് വെച്ചത്, പച്ചമുളക് അരിഞ്ഞു വെച്ചത്, ഇഞ്ചി അരിഞ്ഞു വെച്ചത്, തക്കാളി, ഏലക്ക 2-3 ചതച്ചതും, 2 കറുകപ്പലിയും ഇടുക. ഇതിലേക്ക് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ്. ഒരു 4 സ്പൂൺ മല്ലിപ്പൊടി, 4.5 സ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർത്തിരിക്കുന്നത്. ഇതിലേക്ക് കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. എരിവ് ആവശ്യമുള്ളവർ അവനനുസരിച്ച് ചേർക്കുക. ഞാനിപ്പോൾ 1 സ്പൂൺ മുളക് പൊടിയാണ് ചേർത്തത്. അടുത്ത് മീറ്റ് മസാലയാണ്. ഇത് നമ്മൾ അങ്ങാടിയിൽ നിന്ന് വാങ്ങുന്ന ബ്രാൻഡഡ് മീറ്റ് മസാല, ഈസ്റ്റേണിൻ്റെയാണ് ഞാൻ ചേർക്കുന്നത്. 2.5 സ്പൂൺ മീറ്റ് മസാല ചേർത്ത്. മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ്. ഒരു ചെറിയ സ്പൂൺ മഞ്ഞൾപ്പൊടി. അടുത്ത് കല്ലുപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. ഇത് വെന്ത് കഴിയുമ്പോൾ അധികം ഇറച്ചിക്കകത്ത് ചാറുണ്ടാകണ്ട, എന്നാലും കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ഒരു 1/2 കപ്പ്, 3/4 കപ്പോളം വെള്ളം ഒഴിച്ചു. അതേപോലെ മിക്സ് ചെയ്തിട്ട് നമ്മൾ അടച്ച് കുക്കറിൽ വെക്കുക. ഒരു 5 വിസിൽ, 4-5 വിസിൽ ഇറച്ചിയുടെ വേവിനനുസരിച്ച്. ഇത് പെട്ടെന്ന് വേവുന്ന ഇറച്ചിയാണ്, നാടൻ കന്നുകാലിയുടെ ഇറച്ചിയാണ്, അതുകൊണ്ട് പെട്ടെന്ന് വേവുമെന്നാണ് പറഞ്ഞത്. അതുകൊണ്ടൊരു 4 വിസിൽ പോരെങ്കിൽ ഒന്നുകൂടെ തുറന്നിട്ട് നോക്കിയിട്ട് വീണ്ടും വിസിലടിപ്പിച്ചാൽ മതി. കുക്കർ അടച്ച് നമുക്ക് സ്റ്റൗവിൽ വെക്കാം. ഇറച്ചി നമ്മൾ തീയെ വെച്ചു. ഇനി നമുക്ക് ചക്ക വേവിക്കാനായിട്ട് നോക്കാം. ചക്കയ്ക്കകത്ത് ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കുക ആദ്യമേ. അതിനുശേഷം കുറച്ച് ഉപ്പിടുക. ഒരു 1.5 സ്പൂൺ ഉപ്പാണ് ഞാനിപ്പോൾ ചേർക്കുന്നത്. ഇനി നമുക്കിത് വേവിക്കാനായിട്ട് തീയിലിട്ട് വെക്കാം. അടുത്തതായി നമ്മൾ തേങ്ങ വറുക്കെടുക്കുകയാണ്. അതിന് പാൻ തീയിൽ വെച്ചു. പാനൊന്ന് കത്തിക്കാം. കുറച്ച് വെളിച്ചെണ്ണ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. തേങ്ങ വറുക്കാനുള്ള 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു. ഇതിലേക്ക് നമ്മൾ തേങ്ങ ചേർത്ത് കൊടുക്കാം. 1 മുറി തേങ്ങയാണ് ഞാൻ ചിരകി വെച്ചിരിക്കുന്നത്. അതിലോട്ട് ചേർത്തു. അതിൽ കുറച്ച് പെരിഞ്ജീരകം നമുക്ക് ഇട്ട് കൊടുക്കാം. 1 സ്പൂൺ പെരിഞ്ജീരകമാണ്. അതിലേക്ക് 2-3 അല്ലി വെളുത്തുള്ളി ഇതിനകത്ത് ഇട്ടിട്ട് കൊടുക്കുക. ഇതെല്ലാം കൂടെ നമുക്ക് വറുത്ത് ചുമക്കുന്നവരെ വറുത്തെടുക്കണം. ഇതിനകത്ത് കുറച്ച് മീറ്റ് മസാല ചേർത്ത് കൊടുക്കുക. കുറച്ച് മുളക് പൊടിയും അതൊന്ന് മൂത്ത് കഴിയുമ്പോൾ നമ്മൾ വാങ്ങുകയാണ്. ഒരു കതിൽ വേപ്പിലയും കൂടെ ആ കൂട്ടത്തിലിടുകയാണ്. എന്നിട്ട് ഇത് നമ്മൾ മിക്സിക്കകത്തിട്ട് വെള്ളം ചേർക്കാതെ പൊടിച്ചെടുക്കും. നമ്മൾ വറുത്ത് വെച്ച തേങ്ങ അതിന് മിക്സിയിലിട്ട് പൊടിക്കുകയാണ്. ഓവറായിട്ട് പൊടിഞ്ഞു പോകരുത്. ആ തേങ്ങ പൊടിച്ചെടുത്തിരിക്കുന്നതാണിത്. ഇത് നമ്മൾ ചക്കയിൽ അരപ്പിന് പകരം ഇട്ട് കൊടുക്കും.
നമ്മുടെ ചക്ക വെന്തിട്ടുണ്ട്. ഈ ചക്കയ്ക്കകത്തോട്ട് നമ്മൾ നേരത്തെ വറുത്ത് പൊടിച്ചു വെച്ചിരിക്കുന്ന ആ തേങ്ങ നമുക്ക് ചേർത്ത് കൊടുക്കാം. ചക്ക ഇതുണ്ടോ നല്ലപോലെ വെന്തു. ഇനി ഇതിനകത്തോട്ട് കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഈ ചക്ക നമ്മളിത് ഈ അരപ്പെല്ലാം കൂടെ ഇളക്കി ചേർക്കുകയാണ്. നമുക്ക് നല്ലോണം ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് നമ്മൾ കറി നല്ലോണം വെന്ത് നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്. ഉണ്ടോ ഇതുപോലെ അധികം ചാറില്ലാത്ത രീതിയിലാണ് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്ത് ചേർത്ത് കൊടുത്തിട്ട് ഇളക്കിയെടുക്കാം. ചക്ക നല്ലവണ്ണം കുഴച്ച് എടുത്തിട്ടുണ്ട്. ഇതിനി നമ്മളൊരു ബൗളിലേക്ക് മാറ്റുകയാണ്. നമ്മുടെ ചക്ക ബിരിയാണി റെഡി ആയിട്ടുണ്ട്. ഇത് വീട്ടിലെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റമാണ്. എല്ലാവരും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക.